കേരളത്തിൽ കുറെ നാളുകളായി സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഭരണരംഗത്ത് കടുത്ത പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചുമതലയിലിരിക്കുന്ന ആർലേക്കർ ഗവർണറാകുന്നതിന് തൊട്ടു മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന്റെ ഏതാണ്ട് മധ്യഭാഗം കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ സർക്കാരുമായി പല കാരണങ്ങളാൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. അതിന്റെ മുഖ്യമായിട്ടുള്ള കാരണം സർവകലാശാലകളുടെ പ്രതിസന്ധികളിൽ ഗവർണറിൽ നിന്ന് വേണ്ട രീതിയിലുള്ള സഹായം ലഭിക്കുന്നതിന് പകരം കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാനായി ഗവർണർ ശ്രമിക്കുന്നു, ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് എന്ന ആക്ഷേപമാണ്. അവിടെയും ആക്ഷേപമുണ്ടായതിന്റെ പ്രധാന കാരണം സർവകലാശാലകൾ യഥാർത്ഥത്തിൽ സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനങ്ങളാണ്. ഭരണഘടന അനുസരിച്ച് ഭരിക്കുന്ന സർക്കാർ ഏതായാലും അവർക്ക് അക്കാദമിക കാര്യങ്ങളിൽ ഇടപെടാനോ സർവകലാശാലയുടെ ഭരണക്രമത്തിൽ സ്വാധീനം ചെലുത്താനോ പാടില്ല എന്ന് നിയതമായിട്ടുള്ള ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും പല ശ്രമങ്ങൾ സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കാനായി നടത്തുന്നത് കണ്ടുകൊണ്ടാണ് ഗവർണർ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ചില നിബന്ധനകളും ചില വ്യവസ്ഥകളും ഒക്കെ മുന്നോട്ട് വയ്ക്കുകയും ഭരണരംഗത്തുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ കക്ഷികളുടെ സ്വാധീനം സർവകലാശാലകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുകയും ചെയ്തത്. എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായി ഒന്നാം പിണറായി സർക്കാർ ഉൾപ്പെടെ രണ്ടാം പിണറായി സർക്കാരും ചേർന്ന് സർവകലാശാലകളുടെ ഭരണത്തിൽ സർക്കാരിനും അവർക്ക് പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും താല്പര്യമുള്ള ആളുകൾ ഉണ്ടാകണം, ഭരണരംഗത്ത് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ വൈസ് ചാൻസലർ ഉൾപ്പെടെ എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ ഒളിഞ്ഞും തെളിഞ്ഞും എടുത്തപ്പോഴാണ് സംഘർഷം മൂർച്ഛിച്ചത്. ഇത് ഭരണഘടനാപരമായിട്ടുള്ള ചില വിഷയങ്ങൾ പോലും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഗവർണർ സാങ്കേതികമായി ഒരു സംസ്ഥാനത്തിന്റെ ഭരണ അധിപനാണെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എന്ന രീതിയിൽ സർക്കാരിന് വിശേഷാൽ അധികാരങ്ങളുണ്ട് എന്നാണ് സർക്കാർ എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയത്. അത് ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം അത് അവസാനിക്കുമെന്ന് പൊതുവെ എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും അതിനേക്കാൾ ഒട്ടും കുറവില്ലാത്ത രീതിയിലാണ് പുതിയതായി ചുമതലയേറ്റ ബഹുമാനപ്പെട്ട ആർലേക്കറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതും ചർച്ച ചെയ്യപ്പെട്ടതുമായതുകൊണ്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ആ കാരണത്താലാണ് ആർലേക്കർ പ്രത്യേകമായ ചില താല്പര്യങ്ങൾ അദ്ദേഹം സർവകലാശാല ഭരണത്തിൽ ഉൾപ്പെടെ കാണിക്കാൻ തുടങ്ങിയത്. അതിന്റെ പേരിലാണ് കാവ്യവൽക്കരണം എന്ന ആക്ഷേപമൊക്കെ ഈ അടുത്ത കാലങ്ങളിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്ത് കൊണ്ടുവന്നതും ആക്ഷേപ രൂപത്തിൽ പലയിടത്തുനിന്നും ഉയർന്നു വന്നതും. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളായിരുന്നു ഈ അടുത്ത സമയത്ത് രണ്ട് ചടങ്ങുകൾ രാജ്ഭവനിൽ നടന്നപ്പോൾ അവിടെ സംസ്ഥാനത്തിന്റെ പ്രതിനിധികളായി പങ്കെടുത്ത രണ്ട് മന്ത്രിമാർ അതിനോട് കാട്ടിയതായിട്ടുള്ള പ്രതികരണം. ഭാരതാംബയുടെ ഒരു പ്രതീകം എന്ന രീതിയിൽ ഭാരതാംബ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വനിതയുടെ ചിത്രവും അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചിത്രവും ഈ വനിത ഒരു കാവിക്കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലവും ഒക്കെ ഒരുക്കി ഇതാണ് ഭാരതാംബ എന്ന ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് ആ ചിത്രം വെച്ച് അതിനു മുമ്പിൽ നിലവിളക്ക് കൊളുത്തുകയും പുഷ്പാഭിഷേകമൊക്കെ നടത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ കേരളത്തിലെ ചില മന്ത്രിമാർ അതിനോട് ഒട്ടും യോജിക്കാനുള്ള സന്നദ്ധത കാട്ടിയില്ല. പൊതു ചടങ്ങുകളിൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന ആരാധനാ രീതികളും അതുപോലെ സാങ്കല്പികമായിട്ടുള്ള ഈ ഭാരതാംബയുടെ ചിത്രവും ഒന്ന് വെക്കുന്നത് ശരിയല്ല. ഇത് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഭവനിൽ നടന്ന ഒരു ചടങ്ങിനോട് സംബന്ധിക്കാൻ പോലും കേരളത്തിന്റെ കൃഷിമന്ത്രി തയ്യാറായില്ല.
അതിനുശേഷമാണ് സമാനമായിട്ടുള്ള ചില ചടങ്ങുകൾ ഈ രാജ്ഭവനിൽ വീണ്ടും നടന്നത്. അവിടെ RSSനോട് ആഭിമുഖ്യമുള്ള വിശിഷ്ടാതിഥികളെ വിളിച്ചുകൊണ്ടുവന്ന് രാജ്ഭവനിൽ പ്രഭാഷണം നടത്തുക, അത്തരം കാര്യങ്ങളൊക്കെ പോയപ്പോൾ ഈ ഗവർണർ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ആളാണെങ്കിലും അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ചില വർഗീയ സംഘടനകളുടെയും പ്രതിനിധിയായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപം ശക്തിപ്പെട്ടു വന്നത്. അതിന്റെ ഒടുവിലാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ഒരു ചടങ്ങിൽ ഇതുപോലെ രാജ്ഭവനിൽ സംഘടിപ്പിച്ചപ്പോൾ അവിടെയും ഈ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് കൊളുത്തുകയും പുഷ്പാർച്ചന നടത്തുകയൊക്കെ ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത ബഹുമാന്യനായ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അതിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു അസാധാരണമായിട്ടുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗവർണർക്കേറ്റ ഒരു തിരിച്ചടിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരുന്നു. പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി ഗവർണറുടെ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗവർണർ വരുന്നതിന് 1 മിനിറ്റ് മുൻപെങ്കിലും സംസ്ഥാന മന്ത്രിമാർ ആ വേദിയിൽ ഉണ്ടാകണം. അന്നത്തെ ചടങ്ങിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി ഗവർണർ വന്നതിന് ശേഷമാണ് ചടങ്ങിലെത്തിയതെങ്കിലും അവിടുത്തെ ഈ നടപടിക്രമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഗവർണറും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ കാരണങ്ങളിൽ പല കാരണങ്ങളിൽ ഒന്ന്. അതോട് ബന്ധപ്പെട്ട് തന്നെ വേണം ഈ ഗവർണർ സർവകലാശാലകളുടെ ഭരണത്തിൽ അമിതമായി ഇടപെടുന്നു എന്ന ആക്ഷേപം. അവിടെ 2 കാര്യങ്ങൾ നാം കാണണം. ഭരിക്കുന്ന സർക്കാരും അമിതമായി സർവകലാശാല ഭരണത്തിൽ ഇടപെടാനായി ശ്രമിക്കുന്നുണ്ട്. അവർക്ക് താല്പര്യമുള്ള ആളുകളെ സിൻഡിക്കേറ്റിലും ഉന്നതാധികാര സമിതികളിലും അതുപോലെ തന്നെ ഉയർന്ന തസ്തികകളിലും ഒക്കെ നിയോഗിക്കുന്ന ഒരു പ്രവണത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനും ഉണ്ട് എന്നുള്ളത് ഒരു പച്ചയായ പരമാർത്ഥമാണ്. പക്ഷെ അതിന്റെ പരിഹാരം എന്ന രീതിയിൽ BJPയിലെ പ്രതിനിധികളെയും അതുപോലെ BJPയോടും RSSനോടും ആഭിമുഖ്യമുള്ളവരെയും സർവകലാശാലകളുടെ സമിതികളിൽ നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർ ശ്രമിക്കുന്നതും തുല്യമായി ഒരിക്കലും അംഗീകരിക്കപ്പെടാവുന്നതല്ല. അപ്പോൾ ഈ 2 തലങ്ങളിൽ നിന്നുകൊണ്ട് ഗവർണറും ഭരിക്കുന്ന ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും ഒക്കെ അനുഭവിക്കുന്നത് പൊതുസമൂഹമാണ്. സർവകലാശാലകളാകെ പ്രതിസന്ധിയിലായിരിക്കുന്നു. അവിടെ ഗവർണർ എന്ന ചാൻസലർക്ക് വലിയ നിർണായകമായ സ്വാധീനമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൽപ്പനകൾ പ്രകാരം ചില വൈസ് ചാൻസലർ, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. ഈ രാജ്ഭവനാണ് കേരള സർവകലാശാലയുടെ ഭരണത്തിൽ ഇടപെടുന്നത്. അദ്ദേഹം വൈസ് ചാൻസലറുടെ കേരള ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു, മറ്റു ചില നടപടികളൊക്കെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പല ആക്ഷേപങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഏറ്റവും ഒടുവിലായി കോടതിയിൽ നിന്നേറ്റ ഒരു തിരിച്ചടി രാജ്ഭവന് അനുഭവിക്കേണ്ടി വന്നത്. കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയിലും അതുപോലെ ഡിജിറ്റൽ സർവകലാശാലയിലും ഗവർണർ ഏകപക്ഷീയമായി താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ചത് ചട്ടപ്രകാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 നിയമനങ്ങളും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. അതിനെതിരായി സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് സർക്കാരും അതുപോലെ കേരളത്തിലെ ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിക്കുന്നില്ല, തുടരാനാണ് സാധ്യത. അതുകൊണ്ട് പല മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ എത്രയും വേഗം പരിഹരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ പ്രശ്ന സങ്കീർണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. വൈസ് ചാൻസലർമാർ പൂർണ്ണ ചുമതലയുള്ളവർ അധികാരത്തിലേറേണ്ടത് സർവകലാശാലകളുടെ വികസനത്തിന് ആവശ്യമാണ്. അതിന് നിർണായകമായ പങ്ക് വഹിക്കാൻ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ചാൻസലർ പദവിയിലുള്ള ഗവർണർ. അതുകൊണ്ട് ഗവർണറും സർക്കാരും തമ്മിൽ ഇങ്ങനെ പോരടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൊതുസമൂഹത്തിനുണ്ടാകുന്ന നഷ്ടങ്ങൾ വിവരിക്കാനാവുന്നതിലും വളരെയേറെയാണ്. അതുകൊണ്ട് ഭരണഘടനാപരമായി ഗവർണറിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ അദ്ദേഹം യഥായോഗ്യം ഉപയോഗിക്കുന്നതിൽ വേണ്ടത്ര ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ സർവകലാശാല ഭരണത്തിൽ സർക്കാർ അമിതമായ സ്വാധീനം ചെലുത്തി അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയൊക്കെ വേണം ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കേണ്ടത് എന്ന നിർബന്ധത്തിൽ നിന്ന് പിന്മാറണം. പൊതുസമൂഹത്തിന്റെ താല്പര്യം അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഒരു സംരക്ഷണം യഥാർത്ഥത്തിൽ
വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിന് ആവശ്യമാണ് എന്ന ബോധ്യത്തോടുകൂടെ പെരുമാറുന്നില്ലെങ്കിൽ കേരളത്തിൽ പല മേഖലകളിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഗുരുതരമായിട്ടുള്ള പൊതുസമൂഹത്തിന്റെ പ്രതികരണത്തിനും വഴിവെക്കും എന്ന് വേണം കരുതാൻ.